നമസ്കാരം. അവർ ടി വി 24/7 ഇന്ന് നമ്മളോടെത്തുന്നത്, നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത് ഡോക്ടർ പുത്തൂർ റഹ്മാനാണ്. പ്രവാസ ലോകത്ത് ഒരുപാട് വർഷം നമ്മുടെ ഫ്യൂച്ചറയിൽ വളരെ പ്രധാനപ്പെട്ട ജോബിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാറ് ശരിക്കും എത്ര വർഷമായി UAE എത്തിയിട്ട്? 43 വർഷമായിട്ട്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓണമാണ്. ഓണത്തിന് സാറിൻ്റെ നാട്ടോർമ്മകളും ഇവിടുത്തെ ഓർമ്മകളും അതൊന്ന് നമ്മളുമായിട്ട് പങ്കുവെക്കാം. അത് നാട്ടിലെ ഓർമ്മ എന്നൊക്കെ പറയുമ്പോൾ മധുരിക്കുന്ന ഓർമ്മകളാണ്. കുട്ടിക്കാലത്ത് ഓണത്തിന് ഞാൻ എൻ്റെ തൊട്ടയൽപ്പക്കത്ത് ഉള്ളത് പിന്നെ നായർ കുടുംബങ്ങളാണ്. നാരായണൻ നായർ. കുട്ടിക്കാലൊക്കെ ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. അവിടെ വീട്ടുവളപ്പിലായിരുന്നു ഞങ്ങൾ. ഒരു അമ്മക്കുട്ടിയമ്മ, പിന്നെ അവിടെ മക്കൾ, പിന്നെ അവിടെ പിന്നെ ഞങ്ങൾ പുത്തൂർ എന്ന് പറയുന്നത് എല്ലാ സമുദായങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നല്ല കാലാവസ്ഥയുള്ളൊരു സ്ഥലമാണ്. അവർ വീടുകളിലാണ് ഞങ്ങളൊക്കെ അധികം രാവും മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവുക. ഒരിക്കൽ സന്ധ്യാസമയത്ത് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ കളിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എടാ മോനെ, ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നീ ഒന്ന് പോയി തരില്ലേ എന്ന് വെച്ചാൽ അമ്പൽ ചൂടായി എന്നോടേക്ക് പോയി ഓർമ്മയുണ്ടത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള രസകരമായ കാലഘട്ടം. ഇവിടെ വന്നപ്പോൾ അറിയാം ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ സാഹചര്യങ്ങളും. ഞാൻ വന്ന സമയത്ത് പിന്നെ ഒരു വർക്ക്ഷോപ്പിലായിരുന്നു എനിക്ക് ജോലി ആദ്യം. അതൊരു നാട്ടിൽ നിന്നൊരു രക്ഷപ്പെടലായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ. കുറച്ച് കേസുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് പോകും. ബോംബെയിൽ വന്നിട്ട് ബോംബെയിൽ നിന്ന് വരുമായിരുന്നു? അല്ല, നാട്ടിൽ തന്നെ. ഞാൻ നാട്ടിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ MSF എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ മണ്ഡലം പ്രസിഡൻ്റൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥി സമരം ഉണ്ടായി ഗവൺമെൻറ്റിനെതിരെ. ആ സമരത്തിൽ പിന്നെ പ്രശ്നങ്ങളുണ്ടായി, കേസുകളൊക്കെ വന്നപ്പോൾ അവിടുന്ന് തൽക്കാലിക രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് ഒരു താൽക്കാലിക പിന്നെ മാറ്റാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് പിന്നെ പെർമനൻ്റായി മാറി എന്നതാണ് സത്യം. അപ്പോൾ ആദ്യം വന്ന് ജോയിൻ ചെയ്തത് ഒരു വർക്ക്ഷോപ്പിൽ ഒരു ക്ലീനിങ്. അന്ന് എനിക്ക് 21 വയസ്സ് പ്രായമുള്ളൂ. ഒരു ക്ലീനിങ് ബോയ് എന്ന തസ്തികയിലാണ് ഞാൻ ജോലി ചെയ്യണം. അപ്പോൾ ക്ലീനിങ് ബോയ് എന്നൊക്കെ പറയുമ്പോൾ ഈ മെഷീനറി ഐറ്റംസ് അതുപോലെ കാറിൻ്റെ പിന്നെ എന്താ പറയുക എൻജിൻ പോലത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഇവിടെ സാഹസികമായ ജോലിയാണ്. ഈ പെട്രോൾ കൊണ്ട് കൈ ക്ലിയറാക്കണം. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളെ മേലൊക്കെ പെട്രോളും ചെളിയും കരിയും പുരണ്ടിങ്ങനെ മടക്കുന്ന ഗതികേടുണ്ടാവുക. രാവിലെ 5 മണിക്ക് എണീക്കണം. ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. 1 വർഷത്തോളം അങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. പിന്നെ നമുക്ക് മടങ്ങി പോകണം എന്ന് തീരുമാനിച്ചു. കാരണം ഈ ജോലി നമുക്ക് ഏതായാലും നടക്കില്ല. അപ്പം ഡിഗ്രി ഉണ്ടായിട്ടും നമുക്ക് ഒരു ജോലി കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പോകുന്ന മുമ്പ് ഈ വർക്ക്ഷോപ്പിൻ്റെ ഓണർ ഇവിടുത്തെ രാജാവാണ്, ഇവിടുത്തെ റൂള്. അവരും അനിയനും ഒരുമിച്ചുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അവരെ പോയി കാണാൻ ഒരു ചാൻസ് ഉണ്ടാക്കി. അവർ ഈ പന്തൊക്കെ കളിക്കുന്ന മൈതാനത്ത് പോയിട്ട് അവരെ കണ്ടു. അതൊരു പന്ത് കളി നടക്കുന്ന സമയത്താണ്. അപ്പോൾ അത് ആവശ്യമായിട്ട് കളിക്കാൻ ചാൻസ് കിട്ടി ഇവരെ കൂടെ. അതായത് ഇപ്പം ഷെയ്ഖിൻ്റെ ടീമും ഷെയ്ഖിൻ്റെ ബോഡി ഗാർഡ് ഉള്ള 11 ആളുകളും ഷെയ്ഖിൻ്റെ മാനേജേഴ്സായ 11 ആളുകളും തമ്മിലാണ് മത്സരം. അപ്പോൾ ഈ മാനേജേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരാൾ ഷോട്ട് വന്നപ്പോൾ, ഒരാൾ സുഖമില്ലാതെ വന്നപ്പോൾ, ഒരാൾ ആവശ്യം വന്നപ്പോൾ അവർ പിന്നെ കളിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എനിബഡി ക്യാൻ പ്ലേ, ആർക്കും കളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കളിക്കാം.
കോളേജിൽ നമ്മൾ ഫുട്ബോൾ കളിച്ചിരുന്നു. നാട്ടിൽ സബൻ ഫുട്ബോളിൽ നമ്മൾ ഇവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. പുത്തൂർ ഞങ്ങൾ പാടത്തൊക്കെ എപ്പോഴും കളിയല്ലേ. അപ്പം നമ്മൾ കളിക്കാതെ അങ്ങനെ കളിച്ചപ്പോൾ ഷെയ്ഖിൻ്റെ എതിരായിട്ട് ഗോളടിച്ചു ഞാൻ. കാരണം ഇവരൊക്കെ കളിക്കുന്ന ഒരു കളിയെക്കാളും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ. കാരണം ആ പ്രായവും മാത്രമേ അവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പാടത്ത് കളിച്ച ആ ശീലമൊക്കെ കൂടിയായിട്ട്. അപ്പോൾ അത് അങ്ങനെ പന്ത് പിന്നെ ഗോളടിക്കാൻ പാടില്ല പോലും ഷെയ്ഖിൻ്റെ പോസ്റ്റിക്ക്. അപ്പം എൻ്റെ ക്യാപ്റ്റൻ, ഞങ്ങളെ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നോടൊന്ന് പറഞ്ഞു, വാട്ട് യു ഡിഡ്, എന്താ നീ ചെയ്തത്? യു ഷുഡ് നോട്ട് പുട്ട് എ ഗോൾ അഗൈൻസ്റ്റ് ഷെയ്ഖ്. അങ്ങനെ ഉണ്ടോ? ഈസ് ഇറ്റ്? ഐ സെ യെസ്, ഐ എം സോറി, എനിക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ സ്ലോ ആയിട്ട് ഗോളൊന്നും അടിക്കാൻ പോയില്ല, പാസ് ചെയ്ത് ഇങ്ങനെ കളിച്ചു. അപ്പം ഷെയ്ഖിട്ട് വന്നു, ഷെയ്ഖിൻ്റെ അനിയൻ, അവിടുത്തെ ക്യാപ്റ്റൻ. വൈ യു ആർ സ്ലോ, വാട്ട് ഹാപ്പൻ, എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഗോളടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നീ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ, ഏയ് നോ 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 നോ, നീ അടിച്ചോ, അത് കുഴപ്പമുള്ള കാര്യമില്ല. കാരണം അവനോട് പറഞ്ഞു ഇനി അടിച്ചാൽ ഞാൻ അങ്ങോട്ട് അടിക്കുന്ന പറഞ്ഞു നാട്ടിൽ. അപ്പോൾ അത് പേടിച്ചിട്ട് അല്ല, നാട്ടിൽ പോയൊരു പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ എന്തായാലും ഷെയ്ഖിൽ ഇത് നമ്മൾ അടിക്കാൻ പാടില്ല എന്നുള്ള അങ്ങനെ ഒരു അലിഖിത നിയമം ഉണ്ടെങ്കിൽ അത് ലംഘിക്കണ്ടല്ലോ. പക്ഷേ ഷെയ്ഖ് അങ്ങനെയല്ല, തെറ്റാണ്, അങ്ങനൊന്നുമില്ല, നിൻ്റെ നാച്ചുറൽ കളി കളിച്ചോ. പക്ഷേ ഞാൻ ഗോളടിക്കാതെ കളിച്ചു. കളി കഴിഞ്ഞപ്പോൾ ഒരു ആൾറെഡി ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നെ, എൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ ഒരു ചാൻസ് കിട്ടിപ്പോയി. പിന്നെ ഷെയ്ഖ് കളി കഴിഞ്ഞപ്പോൾ വിളിച്ചു. അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചതാണ്, ഞാൻ കാണാൻ പോയതാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, യുവർ വർക്കിംഗ് ഇൻ യുവർ കമ്പനി, ഞാൻ താങ്കളുടെ കമ്പനിയിലാണ് ജോലി ചെയ്യണത്. ഞാനൊരു ക്ലീനിങ് ബോയ് ആയിട്ടാണ്. ഐ ആം ക്വാളിഫൈഡ് ഗ്രാജുവേറ്റ്, ബട്ട് എനിക്കിതാ ജോലി കിട്ടിയത്, ക്വാളിഫൈഡ് ആയിട്ട് പോലും. അപ്പം പറഞ്ഞു ഓക്കെ, ഞാൻ ഒരു കമ്പനി ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു ഷിപ്പിംഗ് കമ്പനി, പുജ നാഷണൽ ഷിപ്പിംഗ്. ഇപ്പോൾ വലിയ കമ്പനിയാണ് അത്. അവിടെ ഒരു സെക്രട്ടറി ആയിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമായിരുന്നു. യെസ്, വൈ നോട്ട്. എന്നാൽ പുജ ഇൻഷുറൻസിൻ്റെ ബിൽഡിങ്ങിലാണ്. അവിടെ എന്തി പോയിട്ട് അവിടെ മിസ്റ്റർ റോസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷുകാരനാണ് മാനേജർ. അയാളെ പോയി കണ്ടാൽ മതി നെക്സ്റ്റ് മൺഡേ. അങ്ങനെ ഞാൻ മൺഡേ വന്നു. അയാളെ കൊണ്ട് അയാൾ ഈ ന്യൂസ് അയാൾക്ക് ഓൾറെഡി ഇൻഫോം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്യണത് പിന്നീട്. അപ്പം നാട്ടിൽ പോകാൻ തീരുമാനം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ സെക്രട്ടറിയായി ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അവസരങ്ങൾ ഉപയോഗിക്കാനായിരുന്നു. പിന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരത്തിൽ പറഞ്ഞ പോലെ സാഹചര്യങ്ങളാണ് നമ്മളെ എന്തും പഠിപ്പിക്കുക. എനിക്ക് ടൈപ്പിംഗ് അറിയില്ലായിരുന്നു. അപ്പം അതിവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ടെലക്സാണ്. ടെലക്സ് എന്ന സിസ്റ്റം മെഷീൻ, അതിലിങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ മാറ്റർ ആക്കുക ചെയ്യുക ഓരോ കമ്പനികൾക്കുള്ള. ഇപ്പോൾ ഫാക്സിലൊക്കെ പകരം ടെലക്സാണ് ചെയ്യില്ല. അപ്പം അത് എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ പഠിച്ചു. അപ്പോൾ ടൈപ്പിംഗ് അറിയില്ലായിരുന്നു. ടൈപ്പിങ്ങിൻ്റെ ഒരു പുസ്തകം, ഹൗ ടു ടൈപ്പ് എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ട്, നമ്മൾ നാട്ടിൽ കിട്ടും, ഇംഗ്ലീഷ് പുസ്തകം. DF എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതൊരു 1-2 മാസം വായിച്ചു പോയതും പഠിച്ചു. അങ്ങനെ പിന്നെ ടൈപ്പിംഗ് ചെയ്യാൻ കഴിഞ്ഞു. ടെലക്സ് ഞാൻ തന്നെ ചെയ്യാൻ ചെയ്തു. അങ്ങനെ പിന്നീട് ഈ കമ്പനി നന്നായി വരികയായിരുന്നു. അതായത് പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ ഫുജറിയിൽ വലിയ ജോലി കിട്ടി. അതിൽ പിന്നെ സ്റ്റാഫിനധികം വെക്കേണ്ടി വന്നു. അപ്പോൾ അക്കൗണ്ട്സിൽ ആൾ വേണം, ക്ലറിക്കൽ പോസ്റ്റ് ആൾ വേണം. അപ്പോൾ ഞാൻ എൻ്റെ GM-നോട് പറഞ്ഞു, ഇംഗ്ലീഷുകാരനോട്, സർ എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ ഒരു ചാൻസ് തരും. വൈ നോട്ട്, എന്തുകൊണ്ട് പറ്റില്ല? ഇൻ്റർവ്യൂവിൽ ആ ഓഡിറ്റർ ഒന്ന് ചോദിക്കുമോ നീ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഓഡിറ്റ് ഞാനൊരു കൊമേഴ്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ അക്കൗണ്ട്സിൽ ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് ആണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വീണ്ടും ഷെയ്ഖ് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലാഴ്ച വരും. ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞു, അങ്ങനെ എനിക്ക് അക്കൗണ്ട്സിൽ ചാൻസ് വരുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് മാറാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് അറിയത്തില്ല
ഈ ഡെബിറ്റും ക്രെഡിറ്റും അക്കൗണ്ട്സും. അതിനെന്താ, ഐ വിൽ ആസ്ക് ഓഡിറ്റർ. ഞാൻ ഓഡിറ്ററോട് പറഞ്ഞു എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഓഡിറ്റർ ജോർജ് അഭിരാജ്, അദ്ദേഹം എപ്പോഴും ഉണ്ട്. അപ്പം അദ്ദേഹം ഗവൺമെൻറ് ഓഫീസറിൻ്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീൻ്റെ ചീഫ് ഫൈനാൻസ് കൺട്രോളർ. അയാളാണ് അന്ന് ഓഡിറ്ററായിട്ട് കമ്പനിയിലുണ്ടായത്. അദ്ദേഹത്തെ എന്നെ പഠിപ്പിക്കാൻ അയച്ചു. ഒരു രണ്ട് മാസക്കാലം നൈറ്റിൽ 2-3 മണിക്കൂർ. അങ്ങനെ ഏകദേശം ബുക്ക് കീപ്പിങ്ങിന്, അതുപോലെ ട്രയൽ ബാലൻസ് എടുക്കാൻ, ബാലൻസ് ഷീറ്റ് എടുക്കാനൊക്കെ പഠിച്ചു. അങ്ങനെ ബുക്ക് കീപ്പറായിട്ട് ജോയിൻ ചെയ്തു. ഇപ്പോൾ അക്കൗണ്ട്സ്ക്ക് മാറി അക്കൗണ്ടൻ്റായി, ചീഫ് അക്കൗണ്ടൻ്റായി. പിന്നെ 85 എന്നെ ഷെയ്ഖിൻ്റെ പ്രൈവറ്റ് ഒരു ഫാം ഹൗസ് ഉണ്ട്. ഭയങ്കര ഫാമാണ്. 500 ഏക്കർ സ്ഥലമുള്ള ദിബയിൽ. അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങോട്ട് ഷെയ്ഖ് പിന്നെ ഒരിക്കൽ ഇതുപോലെ ഷെയ്ഖ് ഞങ്ങളെ ഓഫീസ് സന്ദർശിക്കുമ്പോഴും എല്ലാവരും പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഷെയ്ഖിൻ്റെ അനിയനുമായിട്ടാണ് ഡയറക്റ്റ്ലി കോണ്ടാക്ട്. ഷെയ്ഖുമായിട്ട് എനിക്കൊന്നും കോണ്ടാക്റ്റ് ഇല്ല. 85 അത്. അപ്പോൾ ഷെയ്ഖ് തന്നെ എല്ലാവരും കണ്ടപ്പോൾ ഞാനിങ്ങനെ, അപ്പോൾ ഞാൻ അറബിയിൽ ഷെയ്ഖിനോട് സംസാരിച്ചു. വെറുതെ ഒരു ഹെഡ് ചെയ്ത് കണ്ട്. നമ്മൾ കുട്ടിക്കാലത്തെ പൊളിറ്റിക്സും ഒക്കെ കൂടി ആയിരിക്കും നമ്മളതിൽ പ്രേരിപ്പിച്ചത്. ഞാൻ അറബിയിൽ കൈഫാലൊക്കെ യാത്തോയിൽ അഹയ്യോ എല്ലാം അറബിയിൽ. അപ്പോൾ എന്നോട് ചോദിച്ചു, കൈഫ് ഔ യു നോ അറബിക്. ഞാൻ പഠിച്ചത് അറബിക്കായിരുന്നു, മെയിൻ സബ്ജക്റ്റ് അറബി കോളേജായിരുന്നു. ഞാൻ അഫ്സൽ ഉലമ എന്ന ഡിഗ്രി എടുത്തിട്ട് പിന്നീടാണ് ഞാൻ BA MA ഒക്കെ എഴുതിയെടുത്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പം എന്നോട് ചോദിച്ചു എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അറിയാം, ഇംഗ്ലീഷ് ടു അറബിക്, അറബിക് ടു ഇംഗ്ലീഷ് എനിക്ക് ചെയ്യാൻ പറ്റുന്നു. ഓഹോ, അപ്പോൾ ചാൻസ് ഉണ്ട്. എൻ്റെ അക്കൗണ്ട്സിൽ അക്കൗണ്ടൻ്റായിട്ട് ഞങ്ങളെ ഫാമിൽ, കാരണം ഫാമിൻ്റെ അക്കൗണ്ട്സൊക്കെ ഗവൺമെൻറ് ഓഫീസർ കൈകാര്യം ചെയ്യണം. അപ്പോൾ അവിടുത്തെ എക്സ്പെൻസും അവിടുത്തെ പിന്നെ ഇൻകമിങ്ങും പിന്നെ സ്റ്റോറിങ്ങും ഒക്കെ അറബിയിലാണ്. അപ്പോൾ അതുകൊണ്ട് പേപ്പേഴ്സൊക്കെ അറബിയിലാണ്. അപ്പോൾ അത് വായിക്കാൻ അറിയുകയാണെങ്കിൽ നീയാണ് അവിടെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ ചീഫ് അക്കൗണ്ടൻ്റായിട്ട് ജോയിൻ ചെയ്തു. പിന്നീട് 91 ഷെയ്ഖ് ഇവിടെ ഒരു അദ്ദേഹത്തിൻ്റെ ദായർ ഖാസ പ്രൈവറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഇങ്ങോട്ട് മാറി. പിന്നീട് ഷെയ്ഖിൻ്റെ പ്രൈവറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായി, മാനേജറായി, ഡയറക്ടറായി. പിന്നെ ഗവൺമെൻറ് ഓഫീസറിൻ്റെ ഞങ്ങൾ 2-3 കമ്പനികളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായി. അങ്ങനെ ഇപ്പം അങ്ങനെയൊക്കെ ജോലി ചെയ്യണം. ആദ്യം ഇത്തിരി കഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നതാണ്, പിന്നെ നമ്മൾ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, പിന്നെ ഹാർഡായിട്ട് പണിയെടുക്കുക. എന്നാൽ പിന്നെ നമുക്ക് എവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കറക്റ്റ്. ഈ അഗ്രികൾച്ചറൽ സെക്ടറിലോട്ട് പോയപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ഇതുമായിട്ട് എന്താണ് അവിടെ സാറിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയോ? നമ്മുടെ നാട്ടിൻ്റെ കൾച്ചറും ഈ ഫ്യൂച്ചറിൽ അവരുടെ തനതായ. ഞാൻ സത്യമായിട്ടും അതൊരു രസമാണ്. അതായത് അവിടെ ഒരുപാട് ഞാൻ ചെന്ന സമയത്ത് അവിടെ ഏതോ ഒരു കമ്പനി, ഏതൊരു JNP കമ്പനി എന്ന് പറയുന്ന ഒരു ഗ്രീക്കിലൊരു കമ്പനിയാണ്. അവരായിരുന്നു ഫുജിറ ദിബ്ബ റോഡൊക്കെ ഉണ്ടാക്കിയ കൺസ്ട്രക്ഷൻ കമ്പനി. അവർ ഡെവലപ്പ് ചെയ്തതാണ് ഈ ഫാം. അവർ ഡെവലപ്പ് ചെയ്തത് അത് ഈ ഗ്രീക്കിലെ ആ അവസ്ഥക്കനുസരിച്ചാണ് അവർ പിന്നെ ഡെവലപ്പ് ചെയ്തത്. അതായത് 5,000 മാംഗോ ട്രീ, 5,000 ഓറഞ്ച് ട്രീ, 5,000 ഗ്രേപ്പ് ഫ്രൂട്ട് ട്രീ, 5,000 ലെമൺ ട്രീ. അങ്ങനെ ഈ ഒക്കെ ഇങ്ങനെ ലൈനിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാടായിരുന്നു, കാട് പോലെയാണ്. പക്ഷെ ഒക്കെ നല്ല നല്ല മാമ്പഴം, ഇത് അതുപോലെ ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്സ്, ലെമൺ,
പിന്നെ മുന്തിരി, ഇതൊക്കെ ഉണ്ടാവുന്നു, അവിടെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു, നശിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ചെന്നപ്പോൾ ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞു, യുവൈനസ്, നമുക്കിത് കൊമേഴ്ഷ്യലി ആയിക്കോട്ടെ, നമുക്കിതൊന്ന് കച്ചവടവൽക്കരിച്ചൂടെ, നമ്മൾ ഇതിനൊക്കെ നശിപ്പിക്കണേ. ഇതിപ്പോൾ ഷെയ്ഖിൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഷെയ്ഖ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരുമ്പോൾ അദ്ദേഹം 2 ദിവസം അവിടെ താമസിക്കും. ആ സമയത്ത് മാത്രം അദ്ദേഹം ഒന്ന് റൗണ്ട് ചെയ്യാൻ വേണ്ടി അവിടെ ചുറ്റും ഞങ്ങളൊക്കെ ഷെയ്ഖിൻ്റെ കൂടെ നടക്കും അവിടെ ഒരു ഷെയ്ഖ് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ ഒരു ഫാം ഹൗസ് ഉണ്ടാക്കണ്ടല്ലോ, നമുക്കത് വിൽപ്പന തുടങ്ങിക്കൂടെ. അതുപോലെ ഒരുപാട് പശുക്കളുണ്ട്, പാല് ചുമ്മാ ഞങ്ങളൊക്കെ കുടിച്ച് മടുക്കും. ഞാൻ കുട്ടികളൊക്കെ പാലിലാണ്, പാലൊക്കെ ഭയങ്കര ഇഷ്ടം പോലെ പാലായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് വിൽക്കാം. അത് ഹൗ യു ഡു ദാറ്റ്, നമ്മൾ ജസ്റ്റ് ലീവ് മീ ദാറ്റ്, എനിക്ക് വിട്ടുക, ഞാൻ ചെയ്തോളാം എന്നോ. അങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ ഒരു സെറാമിക് ഫാക്ടറിൻ്റെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു, ഒരു ലബനീസ്. അയാളോട് പറഞ്ഞു, എനിക്കൊരു ഐഡിയ ഉണ്ട്, ഒരു ഫാക്ടറി തുടങ്ങാൻ, ഫ്രൂട്ട് ഫാക്ടറി. നമുക്ക് ഇതൊക്കെ പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിച്ച് അതൊക്കെ വിൽക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അദ്ദേഹം സഹായിച്ചു. നമ്മൾ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു. ഈ വാക്സ് ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ വാങ്ങിച്ചു. അങ്ങനെ ഒരു 20-25 ഗ്രേപ്പ് ഫ്രൂട്ട് ഒരു പാക്കറ്റ്, അതുപോലെ മാംഗോ സമയത്ത് മാങ്ങുന്ന കാലത്ത് മാങ്ങ പാക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ വിൽക്കാൻ തുടങ്ങി. അത് തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് ഒരു 87-88 ഞാനത് തുടങ്ങണം. ആദ്യത്തെ വർഷം തന്നെ നമുക്ക് 1.8 മില്യൻ്റെ ഒരു ഒന്നര മില്യൺ 2 മില്യൺ നമ്മൾ എന്ത് ചെയ്തു, ഫ്രൂട്ട്സ് വിറ്റു മാർക്കറ്റിൽ, ഫുജിറയിലും ദിപ്പിയിലും ഒക്കെ. പിന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഡയറി കൂടി തുടങ്ങിക്കൂടാ, അതായത് തൈരും മോരൊക്കെ ഇവിടെ മാത്രം ഫുജിറയിലും ദിപ്പിയിലും മാത്രം വിൽപ്പന നടത്തുന്ന ലോക്കൽ ലെവലിൽ നമുക്ക് തുടങ്ങാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുജീറ ഫാം എന്ന പേരിട്ടിട്ട് ഞങ്ങൾ തൈര്, മോര്, ഈ പാല് പശുക്കളിൽ നിന്ന് അവർ കുറച്ചധികം പശുക്കളെ കൊണ്ടുവന്ന് പാലും വിൽക്കാൻ തുടങ്ങി. ആദ്യത്തെ എനിക്കിപ്പോൾ ഈ ഓർമ്മയുണ്ട്, അവിടെ ആദ്യം ഉണ്ടാക്കിയ പാല് ഞങ്ങൾ ഹലൂബിയാക്കി മാറ്റി. അതായത് അവിടുത്തെ മാനേജർ അന്തോ ചങ്ങാതി ഉണ്ടായിരുന്നത് ഗ്രീക്കുകാരാണ്. അപ്പോൾ അയാൾ ഭാര്യ എന്നോട് പറഞ്ഞു, ഐ ക്യാൻ മേക്ക് ഹലൂബി. അപ്പോൾ ഞാൻ വന്നാൽ ഈ പാടിപ്പോൾ ഹലൂബിക്ക് പറ്റും. അപ്പോൾ അങ്ങനെ അത് ചെറിയ ഓർഡിനറി ഒരു മെഷീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പാലിങ്ങനെ വറ്റിച്ച് തിളപ്പിച്ച് അതാണ് ഈ ഹലൂബി എന്ന് പറയുന്നത്. ഫ്രഷ് പാലാണ്. ആ ഹലൂബി നമ്മൾ കഷ്ണാക്കിയിട്ട് നമ്മൾ ചെറിയ ഫുജിറ ഫാം എന്ന പ്ലാസ്റ്റിക് കീശയിൽ പാക്ക് ചെയ്ത്, അപ്പം നമ്മുടെ നാട്ടുകാരായിരുന്നു ഈ സാജിദ സൂപ്പർ മാർക്കറ്റ് കോട്ടക്കലുള്ള, ഇവിടെ കണ്ട് സാജിദ. ആ കാലത്ത് സാജിദ ഉണ്ട്, 85-86 കാലത്ത്. അവർക്ക് ദിബയിലും ഷോപ്പുണ്ട്, കോർഫുക്കാലും ഷോപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ദിബയിലും കോർഫുക്കാലും കൊണ്ടുപോയി വെച്ചു. ഞാൻ വന്ന് വിറ്റാ കാശ് തന്നാൽ മതി. ഒരു പാക്കറ്റ് 5 ദിർഹം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ആജിക്ക അതിൻ്റെ മുതലാളി നമ്മുടെ നാട്ടുകാരനാണ്. ഇന്നത്തെ വിറ്റാ കാശ്. ആദ്യത്തെ ഒരാഴ്ച കച്ചവടം കിട്ടിയത്. പിന്നെ എന്നെ വിളി കയ്യില്ലടാ മോനെ, വീട്ടിൽ കൊണ്ടുപോവാം. അങ്ങനെ അവിടെ ഭയങ്കര കച്ചവടം. അപ്പോൾ ഹലൂബി കച്ചവടം തുടങ്ങി ആദ്യം. പിന്നെ അവിടെ തന്നെ ഞങ്ങൾ ചെയ്തു, തൈരും പാലും വിൽക്കാൻ തുടങ്ങി ആ ഏരിയയിൽ, ആ ഷോപ്പുകൾ മാത്രം. അതൊക്കെ പുരോഗമിച്ചു നന്നായി. അപ്പോൾ പിന്നെ എല്ലാ ഷോപ്പിലും തൈരും മോരുമാക്കി മാറ്റി. പിന്നെ ഞങ്ങൾ വലിയ പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 91 ഞാൻ പിരിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു വർഷം ഒരു 4 മില്യൺ ഫ്രൂട്ട്സുകളിൽ നിന്നും ഒരു 2.5-3 മില്യൺ ഡയറി ഐറ്റത്തിൽ നിന്ന് ഞങ്ങൾക്ക് വരുമാനം ഉണ്ടായിരുന്നു. ഉണ്ടായി കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് മാറിയത്. ഇവിടെ ഒന്നും പിന്നെ ഫൈനാൻസ് കാര്യങ്ങൾ ജോയിൻ ചെയ്തു. ഞങ്ങൾക്ക് ശരിക്കും കുറേ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളുണ്ടായിരുന്നു. ഇപ്പം ഈ ബിൽഡിങ്ങൊക്കെ ശേഖരൻ്റെ ബിൽഡിങ്ങാണ്, ഞങ്ങളുടെ ആവശ്യമായ ബിൽഡിങ്. ഇതുപോലത്തെ ഒരു 10-20 ബിൽഡിങ്സ്, ഒരു 150-150ഓളം വില്ലകൾ, അതുപോലെ പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ട്രേഡിങ് കാര്യങ്ങൾ, പ്രൈവറ്റ് ബാങ്കിങ്സ്, ഇതൊക്കെ പിന്നെ നമ്മളാണ് കൈകാര്യം ചെയ്തത്. അപ്പം ഞങ്ങൾ പ്രൈവറ്റ് അഫയേഴ്സ് ബ്യൂറോ പറഞ്ഞാൽ ഇപ്പോൾ 50 സ്റ്റാഫുണ്ട്.
പിന്നെ ഞങ്ങൾക്ക് കീഴിൽ ഇപ്പം ഒരു സ്കൂൾ പുതുതായി സ്റ്റാർട്ട് ചെയ്തു, എമിറ്റേജ് സ്കൂള്. അതിന് മുമ്പ് ഒരു പ്രൈവറ്റ് അക്കാഡമി എന്ന സ്കൂളുണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് ഒരു കരിക്കുലം, അതായത് ശരിക്കും മക്കൾക്ക് പഠിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ അത് പിന്നീട് അത് വലുതാക്കി. അതിൽ ടീച്ചേഴ്സൊക്കെ ഇംഗ്ലീഷ് ടീച്ചേഴ്സാണ്. നമ്മളെ ഇന്ത്യക്കാർ സ്റ്റാഫില്ല. പിന്നെ അത് ഫീസും ഹൈ ഫീസാണ്. അതായിരുന്നു ഒരു സ്കൂള്. അതുപോലെ ഫാമുകൾ, ഒരു ഇവിടെ റുഗലാത്തിൽ ഫാം വേറെ തുടങ്ങിയപ്പോഴേക്ക്, അപ്പോൾ 2 ഫാമും, പിന്നെ അതുപോലെ കുറേ സ്ഥാപനങ്ങൾ നമ്മളെ കീഴിൽ പ്രൈവറ്റ് അഫയേഴ്സ് ബ്യൂറോയുടെ കീഴിൽ വന്നു. അങ്ങനെ പോകുന്നു. ഇതാണ് ഈ എന്താണ് 42 വർഷത്തെ പ്രവാസത്തിൽ ഷെയ്ഖുമായിട്ടുള്ള അടുത്ത ബന്ധം, പല രാജ്യങ്ങളിലൂടെയുള്ള സഞ്ചാരം. അദ്ദേഹം എവിടെ പോയാലും സാറും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ യാത്രകളിലെല്ലാം ഉണ്ട്. ഇല്ല, അദ്ദേഹം കൂടെ ഇങ്ങനെ സ്ഥിരം യാത്രയില്ല, ചില സന്ദർഭങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞേക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പോകാത്ത രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അതുപോലെ യുണൈറ്റഡ് അമേരിക്ക, UK പിന്നെ നമ്മൾ സ്ഥിരം ഒക്കെ UK ഞങ്ങൾക്ക് ഓഫീസുണ്ട്, കമ്പനിയുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി ബിൽഡിങ്ങുകൾ UK റിയൽ എസ്റ്റേറ്റ്. അപ്പം ഇടയ്ക്ക് പോവും, UK പോകും. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ പോയിരുന്നു. അങ്ങനെ ഒരുപാട് നാടുകൾ സന്ദർശിക്കാൻ അതുപോലെ അവസരം കിട്ടി ഈ ഒരു ജോബുമായിട്ട് വന്നിട്ട്. അതുപോലെ തന്നെ സാറ് ഒരുപാട് പേരെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ളൊരു വലിയ മനുഷ്യനാണ്. പല സന്ദർഭങ്ങളിലും ആപ്റ്റായിട്ട് അങ്ങയുടെ കയ്യിൽ നിന്ന് പലരെയും സഹായിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആളുകൾക്ക് ഇപ്പം നമ്മളൊരു ഇന്ത്യക്കാരനാവുമ്പോഴാണ് നമ്മളെ നാട്ടുകാർ വരുമ്പോൾ നമുക്ക് അവരെ സഹായിക്കാൻ താല്പര്യം ഉണ്ടാവും. പിന്നെ അത് ചില ആളുകളെ ജീനിലുള്ളതാണ്. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ മറ്റുള്ളവരുടെ സഹായം കൊണ്ടായിരുന്നു. ഞാൻ ഒരു പള്ളി ഇമാമിൻ്റെ മകനാണ്. അത്ര വലിയ ക്യാഷും പണമൊന്നും ഇല്ലാത്ത ഒരു സമയം. എന്നെ പഠിപ്പിച്ചത് എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് എന്നെ ഒരു വാപ്പക്കും എന്നെ ഒരു പള്ളി ഇമാമാക്കണം എന്നായിരുന്നു പ്ലാൻ. എന്നെ ദയൂബന്ദ് എന്ന തമിഴ്നാട്ടിലെ ഒരു ഇതുണ്ട്, പിന്നെ ഒരു അറബിക് കോളേജ്, വലിയ സ്ഥാപനം. അവിടെ കൊണ്ടുപോകാനായിരുന്നു ബാപ്പാക്ക് ഇഷ്ടം. ബാപ്പ അതാ എന്നോട് പറഞ്ഞത് ദയൂബന്ദിൽ. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. കാരണം ബാപ്പൻ്റെ ഈ ബുദ്ധിമുട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് വേറെ നല്ല ജോലിക്ക് പോകണം, വലിയ ഒരു ക്വാളിഫിക്കേഷൻ, അതിനേക്കാൾ വലിയ ഒരു ക്വാളിഫൈഡ് ആവണം ഞാൻ എന്നൊക്കെയുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഉമ്മ എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ അമ്മ ഇത് പടി ബാപ്പ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ പാണക്കാട് തങ്ങൾ പറഞ്ഞു, ഷിഹാബ് തങ്ങളൊക്കെ ബാപ്പ, പൂക്കോയ തങ്ങൾ, എന്നാൽ ബാപ്പ കേൾക്കും, അല്ലെങ്കിൽ ബാപ്പ കേൾക്കില്ല. ബാപ്പനോട് എനിക്ക് പറയാനും പറ്റില്ല. നമ്മങ്ങൾ ഇന്ന് അവിടെ കൊണ്ടുപോയി അമ്മേൻ്റെ കൂടെ ഞാൻ തങ്ങളെടുത്ത് പോവാണ്. ഞാൻ തങ്ങളോട് പറഞ്ഞു എനിക്ക് കോളേജിൽ പോകണം, ബാപ്പൻ്റെ കോളേജിൽ അയക്കുന്നില്ല, നിങ്ങളൊന്ന് പറയണം. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാണ് എനിക്ക് കോളേജിൽ പോകണം? ഞാൻ പറഞ്ഞു എനിക്ക് ജോലി വേണം, നല്ല ജോലി. ബാപ്പൻ്റെ ഇപ്പം ഈ ജോലി ഒരു കഷ്ടപ്പാട് ഞാൻ കാണുന്നുണ്ടല്ലോ ഈ ശമ്പളം കൊണ്ട്. അതുകൊണ്ട് അപ്പം അങ്ങനെയാണ് തങ്ങൾ ഒരു കത്ത് തന്നിട്ട് തങ്ങളെ ചിലവിലാണ് ഞാൻ ഫറൂഖ് കോളേജിൽ അവിടെ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്യണം. ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെ പാണക്കാട്ടിന് തങ്ങളായിരുന്നു എനിക്ക് വേണ്ടി ചിലവഴിച്ചു. ഒരു 1-2 വർഷത്തോളം അവരുടെ ചിലവിൽ. പിന്നെ എനിക്കിങ്ങനെ മടി തങ്ങളെ കയ്യിൽ കാശ് വാങ്ങിക്കാനും. അങ്ങനെ ഞാൻ പിന്നെ സ്വയം ട്യൂഷൻ തുടങ്ങി. ഇവിടെ ഞാൻ കോളേജ് മാറി, ഫറൂഖ് കോളേജ് ഞാൻ ഇവിടെ വന്നിട്ട് അൻസാർ കോളേജ് എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ നാട്ടിൽ കൽപ്പേജിയിൽ ഒരു സ്കൂൾ, അത് അപ്പോഴേക്ക് തുടങ്ങിയതു ഒരു ഗവൺമെൻറ് സ്ഥാപനം. അങ്ങോട്ട് മാറി ഞാൻ. രാവിലെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ, ട്യൂഷൻ പഠിപ്പിക്കാൻ പോകും. 10 മണിക്ക് പിന്നെ കോളേജിൽ കൂടും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു അന്ന് കുട്ടിക്കാലത്ത്. അപ്പം മറ്റുള്ളവൻ്റെ ചിലവ് കൊണ്ട് ഇതിൽ വളർന്നത് കൊണ്ട് മറ്റുള്ള പഠിപ്പിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും എനിക്ക് താല്പര്യം ഉണ്ടായിപ്പോയാൽ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഈ ജോലി കിട്ടിയപ്പോൾ ഇപ്പം നമുക്ക് പദവികൾ മറ്റുള്ള സഹായിക്കാൻ ഉപയോഗിക്കണം എന്ന ഉദ്ദേശമുള്ള ആളാണ് ഞാൻ. ഞാനിപ്പോൾ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ പ്രസിഡൻ്റ് ആണെങ്കിലും KMCCയുടെ പ്രസിഡൻ്റ് ആണെങ്കിലും ഈ പദവികൾ ഇതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാം, അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ.
അപ്പം ഇവിടുത്തെ നാട്ടിലൊക്കെ ഒത്തിരി സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രേരിപ്പിച്ചത് നമ്മളെ സാമ്പത്തികമായി സഹായിച്ചപ്പെട്ട അറബ് ആളുകളാണ്. അപ്പം ഒരുപാട് അറബികൾ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പം വയനാട് ദുരന്തം നമ്മൾ പറഞ്ഞപ്പോഴേക്കും നമുക്ക് കാശ് തരാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ ഈ പദവിയിലിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്കിങ്ങനെ സഹായം കിട്ടുന്നതും ആൾക്കാരെ സഹായിക്കാൻ കഴിയുന്നതും. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഈ പ്രവാസ ജീവിതത്തിൽ തന്നെ ഒരുപാട് സാംസ്കാരിക നായകന്മാരുമായിട്ട് അങ്ങേക്ക് അടുത്ത ബന്ധമാണ്. പറയാൻ പേടിയാണ് ഇപ്പോൾ. അല്ല അങ്ങനെ ഈ കാര്യം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയുള്ള നമ്മൾ കലാകാരന്മാരൊക്കെ അക്രമികളായിട്ടും മോശക്കാരായിട്ടും ചിത്രീകരിക്കാമല്ലോ. മീഡിയകൾ മുഴുക്കപ്പോൾ അതാണ് കാര്യമായി ശ്രമിക്കുന്നത്. അല്ല അതൊന്നും ശരിക്കും സത്യമായ കഥകളായിരിക്കില്ല. അതൊക്കെ കുറേ കഴിയുമ്പോഴായിരിക്കും പിന്നെ ഇത് പലപ്പോഴും എന്താ ഓരോരുത്തരുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർ വളഞ്ഞ വഴികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ ജനം കുറേ പേര് അതിൻ്റെ പേർക്കെന്ന് പോകും. കുറച്ച് കാലമാണ്. അത് കഴിയുമ്പോൾ അടുത്ത ഇത് വരുമ്പോഴേക്കും അതിലോട്ടങ്ങ് മാറിക്കോളും. അത് ഈ ഫേമസ് ആളുകളെ ഒരു വിമർശിക്കുക എന്ന് പറയുന്നത് പേര് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം സിനിമാ ഫീൽഡിലെ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സുകളാണെന്ന് പറയാം വേണമെങ്കിൽ. മമ്മൂട്ടി ആവട്ടെ, മോഹൻലാലാവട്ടെ, പൃഥ്വിരാജ് അടക്കമുള്ള, അതുപോലെ ആസിഫ് അലി അടക്കമുള്ള, പിന്നെ പുതിയ ജനറേഷൻ ദുൽഖർ പോലത്തെ എല്ലാവരുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. അപ്പം മമ്മൂട്ടീൻ്റെ ഒരു ദുബായ് സിനിമ ഷൂട്ട് ചെയ്തത് ഫുജറിയിലായിരുന്നു. അത് മമ്മൂട്ടി ഇവിടെ താമസിച്ചതൊക്കെ കുറച്ച് ദിവസങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു. പിന്നെ സെറ്റിക്ക് ഭക്ഷണം കൊണ്ടുപോയിരുന്നത് ഇവിടെ വീട്ടിൽ നിന്നായിരുന്നു മമ്മൂട്ടിക്ക്. അങ്ങനെ നല്ലൊരു ബന്ധം നമ്മൾ തമ്മിൽ അന്ന് അത് 2000-ലാണ് ആ ഫിലിം വന്നത്. ആ കാലത്തുള്ള ഷൂട്ടിങ്ങൊക്കെ ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു ഈ മമ്മൂട്ടിയെ പോലത്തെ പോലെ അതിലെ ഒരുവിധം ആക്ടേഴ്സൊക്കെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇതൊന്നും നല്ലതല്ല, നടന്മാരുടെ കൂടെ നടക്കുന്നതും അവരെ കൂടെ പിന്നെ സാഹൃദ്യത്വം സ്വീകരിക്കുന്നതൊക്കെ ഒരു മോശപ്പെട്ട കാര്യം എന്നൊക്കെ പറഞ്ഞ ആളുകൾ അന്നുണ്ട്. ഇപ്പോഴത്തെ കാര്യം പറഞ്ഞു. പക്ഷേ നമ്മൾക്കത് നമ്മൾ മൈൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ വ്യവസായ പ്രമുഖർ വളരെ അടുത്ത ബന്ധമാണ് വ്യവസായ പ്രമുഖരുമായിട്ട്. യൂസുഫ് അലിക്കൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അവരൊക്കെ പഴയ ആളുകളാണ്. യൂസുഫ് അലിക്ക ഒരു 74-73 വന്നിട്ടുണ്ടാവും. നമ്മൾ 80 വന്നു എന്നായിരുന്നു. പക്ഷെ അന്ന് മുതൽ നമ്മൾ ഈ പൊതുവേദികളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ 80 വന്ന ഉടനെ തന്നെ ഞാൻ ഫുജറ പിന്നെ ഈ KMCCൻ്റെ സ്റ്റാർട്ടിങ് സമയമാണ്. അന്ന് വേറെ പേരായിരുന്നു, ചന്ദ്രകാന്ത് റെഡീസ് ഫോറം എന്ന പേര്. അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു വന്ന ഉടനെ തന്നെ. പിന്നെ ആദ്യം ജനറൽ സെക്രട്ടറി ആയിരുന്നു. മൗലവി എന്ന് പറയുന്ന ഒരു അദ്ദേഹമായിരുന്നു പ്രസിഡൻറ്റ്. പിന്നെ അദ്ദേഹം പോയ ശേഷം 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസിഡൻ്റായി. അപ്പോൾ 80 മുതൽ തന്നെ ഈ പൊതുരംഗത്ത് ഉണ്ടായിരുന്നു. പിന്നെ 90-ൽ പിന്നെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരുടെ പൊതുവേദി ഉണ്ടാക്കി. അപ്പോൾ അതിനും ഭാഗമായി ഒരു 10-15 പ്രാവശ്യം ഇപ്പോൾ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്. പിന്നെ MES എന്ന സംഘടന രൂപീകരിച്ചപ്പോൾ ഡോക്ടർ ആസാദ് മൂപ്പൻ പുജ കമ്മിറ്റീൻ്റെ പ്രസിഡന്റ് ഞാനായിരുന്നു. അപ്പോൾ താങ്ക് യു. അവർ TV 24/7 ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ട് ഡോക്ടർ പുത്തൂർ റഹ്മാനാണ് ഓണത്തിൻ്റെ സന്ദേശം നമുക്ക് നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പ്രവാസ ജീവിതത്തെക്കുറിച്ച് തന്നെ ഒരു നല്ലൊരു വിവരമാണ് നമുക്ക് പറഞ്ഞു തന്നത്. അത് മലയാളി എന്ന രീതിയിൽ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുകയും അത് പ്രായോഗികമായി നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യട്ടെ. സാർ നമസ്കാരം.